ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു. ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നടന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു അനു അനീഷ് വിഷയം എന്ന് പറയുന്നത്. അതായത് ഇൻസ്റ്റയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയൽ എന്ന് പറയുന്നത്. എന്നാൽ ആ പ്രശ്നം ഇപ്പോൾ ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. അതായത് ചെളിവാരി എറിയക്കം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു തരത്തിൽ ഇപ്പോൾ അന്തങ്ങളായാലും അവർ രണ്ടുപേരും ആയാലും തന്നെ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അനീഷിൻ്റെ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പുള്ളിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുത്തനെ കുറയുന്നു. അതായത് അൺഫോളോ ചെയ്യുന്നു, മാസമായിട്ട് അൺഫോളോ ചെയ്യുന്ന ഒരു രീതി. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയിൽ പോയതിന് ശേഷമാണ് അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അപ്പായി വന്ന തരത്തിലുള്ള ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിൽ ഉണ്ടായെന്ന് പറയുന്നത്. അത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഏകദേശം അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ 1,82,000 ഫോളോവേഴ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 182K വരെ അനീഷിൻ്റെ ഫോളോവേഴ്സിൻ്റെ ആ ഒരു എണ്ണം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ഒന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ, ഒരു മാസത്തിനുള്ളിൽ അനീഷിൻ്റെ ആ ഒരു ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ ഒരു മാസ് അൺഫോളോ ആണ് കാണുന്നതെന്ന് പറയുന്നത്. അതായത് 182K, ഏകദേശം 1,82,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് 1,76,000. അതായത് ഏകദേശം 6,000-ൽ കൂടുതൽ പേര് അൺഫോളോ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫോളോവേഴ്സ് അല്ലാതെ മാറിയിരിക്കുന്നതായിട്ടാണ് അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണുന്നത്. ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ഇടയ്ക്ക് വെച്ച് 178 ആയിരുന്നു, പിന്നെ 177 ആയി, 176 ആണ് ഇപ്പോൾ അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അത് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ ഈ സീസണിൽ ആ ഒരു തരത്തിൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഒന്ന് അനീഷും പിന്നെ ഒന്ന് അനുമോളുമായിരുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു സീസണിൽ മാസ്സായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും തന്നെ ആ ഒരു തരത്തിൽ ആർക്കും ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. കാരണം പ്രേക്ഷകർ ഒരു വെറുപ്പുണ്ടാക്കിയ ഒരു സീസണായിരുന്നു. പ്രേക്ഷകർക്കിടയിൽ പോലും അത്രത്തോളം ഒന്നും പിടിക്കാത്ത ഒരു സീസണായിരുന്നു ഈ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു മാസ് ഫോളോവേഴ്സ് ഒന്നും തന്നെ കയറിയിട്ടില്ലായിരുന്നു. കാരണം ഇപ്പോൾ ആ ഒരു തരത്തിൽ സീസൺ ഒരു വലിയ വിജയമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ലൊരു ഫോളോവേഴ്സിന്റെ കൗണ്ട് പലർക്കും കയറിയാണ് നല്ല രീതി. അത് ഈ പറയുന്ന രീതിയിൽ സീസൺ 6 നമ്മൾ കണ്ടതാണ്, സീസൺ 5 സീസൺ 4 തന്നെ നല്ല രീതിയിൽ കണ്ട ഒരു കാര്യമാണ്. പക്ഷേ സീസൺ 7 ആ ഒരു ലെവലിൽ ഫോളോവേഴ്സിന്, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിട്ട് ഈ സീസൺ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിൻ്റെ വിന്നറായിട്ടുള്ള അനുമോൾക്കായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതി സെക്കൻഡ് പ്ലേസ് കിട്ടിയ അനീഷിനായാൽ തന്നെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ഫോളോവേഴ്സിന്റെ എണ്ണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് എത്രയെങ്കിലും കയറിയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് അനുമോൾക്കും അനീഷിനും ആണ് കുറച്ചെങ്കിലും ഒന്ന് കയറിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ വലിയ തോതിലൊന്നും തന്നെയുള്ള ഫോളോവേഴ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. അത് വിന്നറായിട്ടുള്ള അനുമോൾക്ക് തന്നെ ആയാലും വലിയ തോതിലൊന്നും തന്നെയുള്ള ഫോളോവേഴ്സ് ഒന്നും തന്നെ അതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഈ കയറിയ ഫോളോവേഴ്സിൽ തന്നെ ഒരു ഇടിവ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അനീഷിന്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത്. അതായത് അനീഷിന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം 1,82,000 ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ അത് 1,76,000-ലേക്ക് താന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നതെന്ന് പറയുന്നത്. എന്തായാലും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഈ ബാക്കിയുള്ളവരെ പോലെ, അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ പോലെയൊക്കെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ അനീഷ് അത്രത്തോളം ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പുള്ളിക്കാരൻ വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ പുള്ളി എഴുതിയ ആ ഒരു സംഭവത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇടുമെന്നല്ലാതെ ഒരു ഫുൾ ടൈം ആക്റ്റീവ് അല്ല പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. വല്ലപ്പോഴും വന്ന് എന്തെങ്കിലുമൊക്കെ തന്നെ ഫോട്ടോഷൂട്ട് നടത്തിയ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ട് പോകുന്ന ഒരു ഇതാണ്. ഈ പറയുന്ന രീതിയിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെ പലപ്പോഴും കമന്റ് സെക്ഷനിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വല്ലപ്പോഴും ഒക്കെ തന്നെ അതിനകത്ത് പോസ്റ്റ് ഇടണം കാര്യങ്ങളും എന്നൊക്കെ തന്നെ. പക്ഷേ ഇനി അതുകൊണ്ടാണോ ഫോളോവേഴ്സിന്റെ എണ്ണം കുറയുന്നത്, അതോ ഇനി മറ്റ് ചില ഈ പ്രശ്നങ്ങൾ കാരണമാണോ ഫോളോവേഴ്സിന്റെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന ചില അംഗങ്ങൾ ഈ പറയുന്ന രീതിയിൽ അനീഷിന്റെ ഫോളോവേഴ്സ് കുറയുന്നത് കണ്ടിട്ട് ആ അനീഷിന്റെ ഫോളോവേഴ്സ് പോലും ഉടായിപ്പായിരുന്നു, അത് ഇപ്പോൾ കുത്തനെ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന തരത്തിലൊക്കെ തന്നെ എതിരായി നിൽക്കുന്ന അംഗങ്ങൾ കുറേ പേര് ആ ഒരു തരത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടേതായിട്ടുള്ള ഒരു പേര് എന്തായാലും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു കോമണർ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അതിനുള്ളിൽ ചെന്നിട്ട് ഈ ഒരു ലെവലിൽ ഒരു ട്രെൻഡായി മാറുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് പുള്ളിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ പുള്ളിക്ക് ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം തനിക്ക് വിന്നറാവാൻ സാധിക്കാത്തതിന്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിയുടെ മനസ്സിലുണ്ടാവും. അത് ഈ അടുത്തിടെ അത് വളരെ വലിയ തോതിൽ തന്നെ പ്രകടമാക്കിയ ഒരു സിറ്റുവേഷനൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ഞാനും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അത് എനിക്കും ഒരു റോങ് ആയിട്ട് തോന്നിയ തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചില കാര്യങ്ങളൊക്കെ തന്നെ പുള്ളി അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ വീഡിയോ പിന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് കാണുന്നതെന്ന് പറയുന്നത്. അതിൽ തന്നെ പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ആ ഒരു ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടായ സിറ്റുവേഷനാണ്. പക്ഷെ ആ പൂർണ്ണ വീഡിയോ കാണുമ്പോൾ പോലും അതിൽ ചില ഭാഗങ്ങളൊക്കെ തന്നെയും
അനീഷ് നല്ല രീതിയിൽ അനുമോൾക്കിട്ട് കൊട്ടുന്ന തരത്തിലോട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ മനഃപൂർവ്വം പറഞ്ഞതായിട്ട് അത് കണ്ടാൽ മനസ്സിലാവും. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതൊക്കെ എന്ത് തന്നെ ആയാലും അത് അങ്ങനെ പോട്ടെ. ഈ പറയുന്ന രീതിയിൽ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ കിടന്നിട്ട് ഒരുമാതിരി അത് വല്ലാത്തൊരു പരുവത്തിലേക്ക് എത്തും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ റിയാലിറ്റി എന്താണെന്നത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു പോംവഴി എന്ന് പറയുന്നത്. അത് അനീഷിനെ പോലെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് മനസ്സിലാക്കി അനീഷ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫോളോവേഴ്സ് കൗണ്ടിന്റെ കാര്യം അതിനെ വെച്ചുകൊണ്ടും കുറെ പേരൊക്കെ തന്നെ അനീഷിനെ ആക്കുന്നതായിട്ടൊക്കെ തന്നെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല. ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ പുള്ളി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം. വലിയ തോതിലൊന്നും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും തന്നെ പോസ്റ്റുകൾ ഇടുകയോ സ്റ്റോറി ഇടുകയോ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അനീഷ് ചെയ്യാത്തത് കൊണ്ടാണോ ഇനി ഈ പറയുന്ന രീതിയിൽ ഫോളോവേഴ്സ് കൗണ്ട് പെട്ടെന്ന് കൂടുതൽ കുറയുന്നത്? ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു, അവരവരുടേതായിട്ടുള്ള വഴിക്കൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ കൂടി ഈ പറയുന്ന രീതിയിൽ അന്തങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടുമ്പോഴത്തേക്കും അതിന് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രശ്നമാക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സീസൺ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. അപ്പോൾ എല്ലാവരും അതിൻ്റെ പിറകെ നിന്ന് പോകും. അപ്പോൾ ഈ അനുമോളും അനീഷും ഒക്കെ തന്നെ ഒരു സൈഡിലേക്ക് ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതുവരെയും ഈ പറയുന്ന രീതിയിൽ അനീഷിനെയും അനുമോളെയും വെറുതെ വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്.